സമാനതകളില്ലാത്ത മന്ത്രിയുടെ പോരാട്ടമാണ് PSC വിഷയം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാൻ വരെ കാരണമായി തീർന്നത്. ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന ശബ്ദവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് മന്ത്രി OJ ജനീഷാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന CPM-ന്റെയും പിണറായി വിജയന്റെയും അഴിമതി മുഖം പൂർണ്ണമായിട്ടും വലിച്ചു കീറുന്ന ഒരു വമ്പൻ വെളിപ്പെടുത്തലുമായിട്ട് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് PSCയുടെ കിടപ്പ് വശം ഏകദേശം കേരള ജനതയ്ക്ക് മനസ്സിലായത്. PSC പരീക്ഷകളിലെ അട്ടിമറികളെക്കുറിച്ചും ഉത്തരവാദിത്തപ്പെട്ടവർ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തെക്കുറിച്ചും യൂത്ത് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ OJ ജനീഷ് നടത്തുന്ന വിമർശനങ്ങൾ അത്യന്തം ഗൗരവമുള്ളത് തന്നെയാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട 10ഓളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിക്കാതെ റാങ്ക് ലിസ്റ്റിൽ അട്ടിമറി നടത്തിയെന്ന ഗുരുതരമായ ആരോപണം ഇദ്ദേഹം ഇവിടെ ഉന്നയിക്കുകയാണ്. PSC ആദ്യം നടത്തിയ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പര്യാപ്തമല്ല എന്നും കുറ്റക്കാരെ പരീക്ഷാ കൺട്രോളർമാരെ തന്നെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് കള്ളനെ താക്കോലേൽപ്പിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് PSCയിൽ ഇത്തരം അട്ടിമറികൾ തുടരുന്നുണ്ടെന്നും ഇതിന് പിന്നിലുള്ളവരെ സംരക്ഷിക്കാനാണ് ഉന്നതർ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്. PSC ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്കൊപ്പം സർക്കാരുണ്ടെന്നും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കൽ പ്രകാരം ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. PSC ഒരു വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിനായിട്ട് DGP തലത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്നും ഇത്തരം അട്ടിമറികളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ നിലവിൽ ഉയർന്നു വന്ന ഈ പരാതികളിൽ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. ആഭ്യന്തര അന്വേഷണത്തിന്റെ പുരോഗതിയും റിപ്പോർട്ടും വിലയിരുത്തിയ ശേഷം കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. കുറ്റക്കാർക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് സർക്കാർ ഇതിലൂടെ നൽകുന്നത്. മന്ത്രി നടത്തിയ പ്രതികരണം കൂടി ചേർക്കുന്നുണ്ട്, കാണാം. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ PSC ആരോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ആസൂത്രണ ബോർഡിലെ സുപ്രധാനമായ തസ്തികകളിലേക്ക് നടന്ന നിയമനവുമായി ബന്ധപ്പെട്ട് 10ഓളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നും അതിൻ്റെ ഭാഗമായി ആ റാങ്ക് ലിസ്റ്റിൽ വലിയ അട്ടിമറി ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു വന്നു. ഇതേ സംബന്ധിച്ച് PSC ആദ്യം തയ്യാറായത് ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണത്തിനാണ് തയ്യാറായത്. ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണം തന്നെ പര്യാപ്തമല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട് DGP തലത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത് എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്ന PSC ഇന്ന് മനസ്സിലാക്കുന്നത് ആ അന്വേഷണവും അട്ടിമറിച്ച് ഇപ്പോൾ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ PSC ആരോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. അതല്ല എങ്കിൽ ഈ അന്വേഷണം ഇത്രയും വിഷയങ്ങളെല്ലാം ഉയർന്നു വന്ന് ആലപ്പുഴ മുഹമ്മദ് സ്വദേശി നിരന്തരമായി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഒടുവിലാണ് പരീക്ഷാ കൺട്രോളർ PSCയെ സംബന്ധിച്ച് പരീക്ഷയുടെ ഈ വിവരങ്ങൾ പുറത്തുവിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലൊക്കെ ഉണ്ടാകുമെന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സമീപനം എടുക്കാൻ PSC പോലും തയ്യാറായത്. അപ്പോൾ ആ തുടക്കം മുതലേ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം PSCയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുഫോസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകളിലും പറയുന്നത് 44 പേർക്ക് നിയമനം കൊടുത്തതിൽ 38 പേരും ഒരു കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും സമാനമായ രീതിയിൽ തന്നെ പരീക്ഷാ പേപ്പർ അട്ടിമറിക്കപ്പെട്ടു, ചോദ്യപേപ്പർ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെടുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ നിരന്തരമായി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അത് ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അന്ന് പരീക്ഷയിൽ വലിയ മാർക്കോടുകൂടി പാസ്സായി വന്ന ഘട്ടം മുതലേ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ തരത്തിൽ നടക്കുന്നുണ്ട്. അന്ന് മുതലുള്ള റാങ്ക് ലിസ്റ്റുകളിലും സമാനമായ രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് PSC പരീക്ഷകൾ എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഇന്ന് വീണ്ടും ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം അട്ടിമറിച്ച് ആ അന്വേഷണം പോലും പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ മറ്റൊരു അന്വേഷണത്തിലേക്ക് PSC ചെയർമാനും ഉൾപ്പെടെയുള്ള സംവിധാനം കടന്നു പോകുമ്പോൾ ഇവർ ആരെയാണ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM നിയോഗിച്ച ആളുകളാണ് PSCയുടെ ചെയർമാനും PSCയുടെ മെമ്പർമാരുമായിട്ടിരിക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ. എത്ര ലക്ഷം രൂപയാണ് ഇവർക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളവും ആനുകൂല്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയധികം പണം പൊതുഖജനാവിൽ നിന്ന് കൈപ്പറ്റി ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന് ഇമാതിരി തെമ്മാടിത്തരം വീണ്ടും വീണ്ടും ഈ PSCയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ കേരളീയ പൊതുസമൂഹത്തിന് അതിനെ എങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കും? കേരളത്തിലെ PSCയുടെ ഉദ്യോഗാർത്ഥികളോട് സംസ്ഥാന ഗവൺമെന്റ് വളരെ വളരെ കർശനമായി തന്നെ പറയുന്നു, അവരുടെ കൂടെ തന്നെയാണ് ഈ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PSC ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്കൊപ്പം തന്നെയാണ് ഗവൺമെന്റ് നിൽക്കുന്നത്.
ബഹുമാന്യായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അത് വളരെ സുവ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. ഞങ്ങൾ നിവേദനം നൽകിയ സമയത്തും അദ്ദേഹം പറഞ്ഞു, PSCയുമായി ബന്ധപ്പെട്ട ഈ അട്ടിമറികളിൽ ഒരാളെ പോലും പുറത്തുവിടാത്ത തരത്തിലുള്ള അന്വേഷണത്തിന് കടക്കും. സംസ്ഥാന ഗവൺമെന്റ് അതിന് തന്നെ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ അട്ടിമറികളെല്ലാം നടക്കുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഭരണം മാറി മണിക്കൂറുകൾക്കകം തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി വെച്ച പല കാര്യങ്ങളും വീണ്ടും ഇപ്പോൾ സമരത്തിന്റെ ഭാഗമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഈ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ, MLA അടക്കമുള്ള ആളുകളൊക്കെ നിയമസഭയ്ക്കകത്തുണ്ടല്ലോ. ഒരാളൊരു കമ എന്നൊരു വാക്ക് നിയമസഭാ സമ്മേളനം ഉണ്ടായ ഘട്ടത്തിൽ പോലും പറയുന്നത് ഞങ്ങളാരും കേട്ടില്ല. നാട്ടിലെ പിന്നെ നിയമസഭയ്ക്കകത്ത് പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും ഈ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ പ്രതിഷേധമുയർത്തിയ ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെ തന്നെ തകർക്കുന്ന രീതിയിൽ PSC പെരുമാറിയിട്ടുണ്ട് എന്ന് ഒരു വാക്ക് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പറയാൻ ഒരു DYFI നേതാവിനെയും കണ്ടില്ല, ഒരു CPM നേതാക്കന്മാരും കണ്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഇവരുടെയൊക്കെ തണലിലാണ് PSCയിൽ ഇത്തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അട്ടിമറിയിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ ഗവൺമെന്റിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് സർക്കാർ നിൽക്കുന്നത്. ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ടുള്ള ചില പരിമിതികളുണ്ട്. അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് ക്യാബിനറ്റ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. ആ ഉറപ്പിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷയുണ്ട്. ക്യാബിനറ്റിന്റെ കൂടി ഭാഗമാണെന്ന നിലയ്ക്കും സർക്കാരിന്റെ കൂടി ഭാഗമാണെന്ന നിലയ്ക്കും ഉദ്യോഗാർത്ഥികളോട് പറയാനായിട്ടുള്ളത് ഈ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ്. PSCയുടെ അട്ടിമറികൾ ഓരോന്നോരോന്നെ പുറത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനെ സംബന്ധിച്ച് പരിശോധന ഉണ്ടാകും.